അമ്മേ, അമ്മേ. എന്താടി? എന്താ നീ ആകെ വല്ലാതിരിക്കുന്നേ? എന്താ പറ്റിയേ? അമ്മേ, വിനോദ് എവിടെ? അവനകത്തുണ്ട്. എന്താടി കാര്യം? അതൊക്കെ പറയാം. നിക്ക്. നീ വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താന്ന് പറ. എന്താടി? എന്താ കാര്യം? വിനോദേ, ആകെ പ്രശ്നോ. നിന്റെ ആ ഫ്രണ്ടില്ലേ അഭിരാജ്, അയാളെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു? എവിടെ വെച്ച്? ആ ജംഗ്ഷനിലെ വളവില് വെച്ച്. അതിന് തൊട്ടു മുമ്പ് അയാൾ എന്നെ കാണാനും വന്നിരുന്നു. ഇത് നിനക്ക് തരണമെന്നും പറഞ്ഞ് അയാൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്ന വഴിയാ അയാൾ പോലീസ് പിടിച്ചത്. എന്റെ ദേവി, എന്തൊക്കെയാ ഇത്? അയാളെ എന്തിനും പോലീസ് അറസ്റ്റ് ചെയ്തേ? അയ്യോ എന്റെ അമ്മ, അതൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഇതിലെന്തോ കുഴപ്പമുണ്ട്. എന്താ അത്? ഇതെന്താന്ന് അയാള് പറഞ്ഞേ? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഇത് വിനോദിനെ ഏൽപ്പിക്കാൻ മാത്രം അയാൾ പറഞ്ഞത്. എന്തോ ഓൺലൈൻ ട്രേഡിംഗിൽ വന്ന ഒരു കാര്യമാണത്രേ. പക്ഷെ അമ്മേ, എനിക്കൊരു കാര്യം ഉറപ്പാ, ഇതൊന്നും അല്ല അമ്മേ. വിനോദേ, എത്രയും പെട്ടെന്ന് നീ ഈ കവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കണം. അതിപ്പോ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഏൽപ്പിക്കണം, അതില് കാര്യമുണ്ട്. പോലീസ് അയാൾ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇതിൽ എന്താണെന്നുള്ള അന്വേഷണം ഉറപ്പായിട്ടും ഉണ്ടാവും. നിയമവിരുദ്ധമായി എന്തെങ്കിലുമാണ് ഈ കവറിന്റെ ഉള്ളിലുള്ളതെങ്കിലോ? ഇത് കൈവശം വച്ചതിന് പിന്നെ നമുക്കും കൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ നീ ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത്. ശരിയാടാ മോനെ, അയാളെ പോലീസ് പിടിച്ച സ്ഥിതിക്ക് എന്തായാലും ഇതിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാവാതിരിക്കില്ല. അങ്ങനെ വന്നാ ഇവളും നീയൊക്കെ പ്രതിയാവൂലേ? അതുകൊണ്ട് അഖില പറയുന്ന പോലെ ഈ കവർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിക്കണം. നീ എസ് ഐയെ കണ്ട് കാര്യം പറഞ്ഞാ അവർക്ക് നടന്ന എന്താന്ന് ബോധ്യാവുമല്ലോ. വിനോദേ, ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഇത് എത്രയും പെട്ടെന്ന് പോലീസിൽ കൊണ്ട് ഏൽപ്പിക്കേ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് വല്ല ലഹരി വസ്തുക്കളും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കാലത്തും ഈ കേസിൽ നിന്ന് തലയൂരാൻ പറ്റില്ല. എന്റെ ഭഗവതി, കേട്ടിട്ടെന്നെ പേടിയാവുക. മോനെ വിനോദേ, ഇനി ഒന്നും ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി എസ് ഐയെ കണ്ട കാര്യം പറ. എന്താണ് നീ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? ചെല്ല്, വേഗം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ലെങ്കിൽ നമ്മൾ എല്ലാരും കുടുങ്ങടാ. ചെല്ലടാ. എന്റെ ഈശ്വര, എന്തൊക്കെയാണോ ഇത്? ആ ചെറുക്കന്റെ കൂടെ ഇവൻ കൂട്ടുകൂടിയത് ആകെ കുഴപ്പമായല്ലോ. തന്റെ ബ്രദറിന്റെ കാര്യം അയാളുടെ കൂട്ടുകെട്ട് ഈയിടെയായിട്ട് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥിതിയില്ല. മനസ്സിലായില്ല, താനെന്താ ഉദ്ദേശിക്കുന്നത്? അഖില, തന്നോട് ഞാനൊരു കാര്യം തുറന്നു പറയാം. വിനോദ് ഇപ്പോ ട്രക്ക് മാഫിയയിലുള്ളവരുമായിട്ടാ ചങ്ങാത്തം. ട്രക്ക് മാഫിയയിലുള്ള അഭിരാജ അയാളുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാണ് നിനക്ക് നല്ലത്. ഇവര് തന്ന സ്റ്റഫ് നീ ആരെ ഏൽപ്പിച്ച്? ഇവരെ എനിക്ക് അറിയാന്നുള്ളത് സത്യം. പക്ഷേ ഇവരീ പറയുന്ന പോലെ ആരും എന്റെ കൈ സ്റ്റഫ് ഏൽപ്പിക്കുകയോ ഞാനത് വാങ്ങുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഡീലും യവന്മാരോട്ട് എനിക്കില്ല. മാന്യമായിട്ട് ചോദിച്ചാ നീ പറയില്ല അല്ലടാ. ഇവരുമായിട്ട് നിനക്ക് ഒരു ഡീലും ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ കയ്യിലെ ഒരു സാധനം ഏൽപ്പിച്ചത്? ഇവന്റെ കയ്യിൽ തന്നെയല്ലേ നിങ്ങളത് കൊടുത്തത്? എന്താടാ ചോദിച്ചായിട്ടില്ലേ? അതെ സാറേ, ഇവന്റെ കയ്യിലാണ് ഞങ്ങൾ സാധനം കൊടുത്തത്. ഇപ്പൊ എങ്ങനെയുണ്ടാ സാറേ? യവന്മാര് കള്ളം പറയുന്നതാ. ഓ, നീ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധനല്ലേ? ഞങ്ങൾ ഇതിനെ പിടിക്കുമ്പോ നിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം നീ ആർക്കാ മറിച്ചു കൊടുത്തത്? അത് പറഞ്ഞാൽ നിന്നെ ഈ കേസിൽ നിന്ന് ഊരാം. ഇല്ലെങ്കിൽ ഒരു 7 കൊല്ലം സർക്കാർ ചെലവ് കഴിയാനുള്ള വകുപ്പ് ഞാനുണ്ടാക്കും. അതുകൊണ്ട് എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും. പിന്നെ പറഞ്ഞില്ലെങ്കിൽ പറയിക്കാനുള്ള വകുപ്പൊക്കെ എനിക്കറിയാടാ. അല്ലേ ഗോപി സാറേ? സാറേ, ഇവന്റെ പേരിൽ ഇതിനു മുമ്പും ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മേലിൽ ഇമാതിരി പരിപാടികളായി കണ്ടുപോകരുതെന്ന് പാൻ ചെയ്ത് വിട്ടതുവാ. അതെങ്ങനെയാടോ? അടിച്ചു പൊളിക്കാനുള്ള കാശും പിന്നെ ആവശ്യത്തിന് കുത്തിക്കയറ്റാനുള്ള മരുന്നും
ഇഷ്ടം പോലെ കിട്ടുമ്പോ ഇവനൊക്കെ നന്നാവും തോന്നുന്നുണ്ടോ?